നമസ്കാരം. ഇന്ന് അമേരിക്കയിൽ ഐഫോൺ 13 ഇന്ന് കടകളിലെത്തുകയാണ്. ഞാൻ റൂസ്വെൽറ്റ് ഫീൽഡ് മാൾ എന്ന് പറയുന്ന ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിലെ ഐഫോണിൻ്റെ കടയുടെ മുമ്പിലാണ് നിൽക്കുന്നത്. ഇന്ന് ഇവിടുന്ന് നമ്മളൊരു ഫോൺ എടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് അകത്തോട്ട് പോയി ഐഫോൺ 13ൻ്റെ വിവിധ മോഡലുകൾ എന്തൊക്കെയാണെന്നും നോക്കാം. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. The pickup? What? Phone. The online order? Yes. Okay. Over on the side of the store to the left, there's somebody that'll check you in. Good morning. ഐഫോൺ 13 4 മോഡലുകളിലാണ് ഇറക്കിയിരിക്കുന്നത്. ഐഫോൺ 13 പ്രോ മാക്സ് ഉണ്ട്, ഐഫോൺ 13 പ്രോ ഉണ്ട്, ഐഫോൺ 13 ഉണ്ട്, പിന്നെ ഐഫോൺ 13 മിനി ഉണ്ട്. ഷേപ്പിൻ്റെ കാര്യത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ ഈ 12 സീരീസിലൊന്നും വലിയ മാറ്റമൊന്നും എനിക്ക് കാണാൻ പറ്റിയില്ല. ഇതാണ് ഐഫോൺ 13 പ്രോ മാക്സ്. ഇതിൻ്റെ ഇവിടുത്തെ സ്റ്റാർട്ടിംഗ് പ്രൈസ് $1099. അതായത് നമ്മുടെ ഇന്ത്യൻ രൂപയിൽ 81,377 രൂപയാണ്. അതിൻ്റെ കൂടെ ടാക്സും കൂടെ വരുന്നുണ്ട്. 1 TB വരെ സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ള ഫോണുകളാണ് വന്നിരിക്കുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ 512 GB ഉണ്ട്, പിന്നെ 256 GB അതല്ലെങ്കിൽ 128 GB ഡിസ്പ്ലേ സൂപ്പർ റെറ്റിന XDR ഡിസ്പ്ലേ വിത്ത് പ്രൊമോഷനാണ്. പിന്നെ ആപ്പിൾ പറഞ്ഞിരിക്കുന്നത് ഒരു സ്മാർട്ട് ഫോണിലുള്ള ഏറ്റവും ഫാസ്റ്റസ്റ്റ് ചിപ്പ് A15 ബയോണിക് ചിപ്പാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഫോണ് 5G ആണ്. പ്രോമാക്സിൽ ആപ്പിൾ പ്രോമിസ് ചെയ്യുന്നത് 25 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് വീഡിയോ പ്ലേബാക്ക് സ്ട്രീമിങ്ങിനുള്ള ബാറ്ററി ലൈഫ് ഇതിന് ഉണ്ടായിരിക്കുമെന്നാണ് അത് പറഞ്ഞിരിക്കുന്നത്. 12 മെഗാപിക്സൽ ക്യാമറകളാണ് 13 പ്രോയ്ക്കും 13 പ്രോ മാക്സിനും കൊടുത്തിട്ടുള്ളത്. ഒരു 77mm ഫോക്കൽ ലെങ്ത് ഉള്ള 3 times ഓപ്റ്റിക്കൽ സൂം ഉള്ള ഒരു ടെലിഫോട്ടോ ലെൻസ് ഉണ്ട്. പിന്നെ ലോ ലൈറ്റിലും നല്ല പെർഫോമൻസ് ഉള്ള ഒരു വൈഡ് ആംഗിൾ ലെൻസ് ഉണ്ട്. പിന്നെ 120 ഡിഗ്രി ഫീൽഡ് ഓഫ് വ്യൂ കിട്ടുന്ന ഒരു അൾട്രാ വൈഡ് ലെൻസും കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ 12 സീരീസിൽ നിന്ന് വ്യത്യസ്തമായിട്ട് 13 പ്രോയ്ക്കും പ്രോ മാക്സിനും സെയിം സെൻസറും ഓപ്റ്റിക്സും സ്റ്റെബിലൈസേഷനും ഒക്കെയുള്ള ഫീച്ചേഴ്സും ഉള്ള രണ്ടിൻ്റെയും ക്യാമറകൾ സെയിം ആണ്. പ്രോയ്ക്കും പ്രോ മാക്സിനും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസമുള്ള സൈസിലാണ്. പ്രോ മാക്സ് 6.7 ഇഞ്ചും പ്രോ 6.1 ഇഞ്ചുമാണ്. പ്രോ മാക്സിന് ഇച്ചിരി ബാറ്ററി ലൈഫ് കുറച്ചുകൂടെ കൂടുതലുണ്ട് എന്ന് ആപ്പിൾ പറയുന്നുണ്ട്. ഇത് തമ്മിൽ വിലയുടെ വ്യത്യാസം $100 വ്യത്യാസം മാത്രമാണ്. ഐഫോൺ 13 പ്രോ സ്റ്റാർട്ടിംഗ് പ്രൈസ് $999 അതായത് നമ്മുടെ ഇന്ത്യൻ രൂപയിൽ 73,748 രൂപയാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ്. ഐഫോൺ 13 സീരീസിലെ ഏറ്റവും ഒരു ഗ്ലാമറസ് ഓപ്ഷനായിട്ട് പറയുന്ന സിനിമാറ്റിക് മോഡ് ഈ 4 മോഡലിലും അവൈലബിൾ ആണ്. നമ്മളിപ്പോൾ ഫോൺ മേടിച്ചിട്ട് വെളിയോട്ട് ഇറങ്ങി സിനിമാറ്റിക് മോഡ് നമ്മളൊന്ന് പരീക്ഷിച്ച് നോക്കുന്നുണ്ട്. ഐഫോൺ 13ഉം 13 മിനിയും 12 മെഗാപിക്സലിൻ്റെ ഡ്യുവൽ ക്യാമറയാണ്. 12 മെഗാപിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയുണ്ട്, പിന്നെ 12 മെഗാപിക്സലിൻ്റെ തന്നെ ഒരു മെയിൻ ക്യാമറയുണ്ട്. 13 മിനിയും 13ഉം തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം അതിൻ്റെ ഫിസിക്കൽ സൈസിലും പിന്നെ വിലയിലുമാണ്. ഐഫോൺ 13 സ്റ്റാർട്ടിംഗ് പ്രൈസ് $799 ഇന്ത്യൻ രൂപയിൽ ഏകദേശം 59,020 രൂപയോളം വരും. ഐഫോൺ 13 മിനിയുടെ സ്റ്റാർട്ടിംഗ് പ്രൈസ് $699 അതായത് ഇന്ത്യൻ രൂപയിൽ 51,633 രൂപയോളം എത്തും. ഐഫോൺ 13ഉം 13 മിനിക്കും പ്രോ മോഡലുകളിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം കണ്ടത് ആപ്പിൾ ഇത്തവണ ഇൻട്രൊഡ്യൂസ് ചെയ്ത മാക്രോ മോഡ് ക്യാമറയിൽ ഇതിനില്ല എന്നുള്ളതാണ്. ഇത് എക്സ്ക്ലൂസീവ്ലി പ്രോ മോഡൽസിന് മാത്രമായിട്ടാണ് ആപ്പിൾ ഇത്തവണ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. 13 പ്രോ നമ്മൾ കൂടുതൽ ക്ലോസ് ആയിട്ട് ചെല്ലുന്നുണ്ട്, ഓട്ടോമാറ്റിക്കലി അത് മാക്രോ മോഡിലോട്ട് ചേഞ്ച് ആകുന്നത് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ വെളിയിലിറങ്ങി ഔട്ട്ഡോറിൽ ഇത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി വീട്ടിൽ പോയി ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. 13 പ്രോ എടുത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മളിപ്പം യൂട്യൂബ് വീഡിയോ ഒക്കെ ചെയ്യുന്നതുകൊണ്ട് ഇവിടെ നിന്ന് ട്രാവൽ ചെയ്യുന്നുണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് പോക്കറ്റിൽ നിന്ന് എടുത്ത് വീഡിയോ എടുക്കുന്നതിനൊക്കെ നല്ല ഇതാണ്. ഗിംബലിൽ ഇത് ഫിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും ചെറിയ ഫോണാണെങ്കിൽ ഏറ്റവും കംഫർട്ടബിൾ ആണ്. ക്യാമറയുടെ ക്വാളിറ്റി ഉള്ളതുകൊണ്ട് പ്രശ്നമില്ല. ഓക്കെ,
ഈ സിയറ ബ്ലൂ എന്നുള്ള കളർ എടുത്തത്, സിയറ ബ്ലൂ ഒരു പുതിയ കളർ വന്നതാണ്. അത് ഒന്നാമത്തെ കാര്യം. സാധാരണ ഞാൻ ബ്ലാക്ക് അല്ലെങ്കിൽ ഗ്രേ കളറുകളാണ് എടുക്കാറുള്ളത്. ഓക്കെ, അത് നോക്കാം. ഫ്രണ്ടിലെ പ്ലാസ്റ്റിക് അവർ ഒഴിവാക്കിയിട്ട് പേപ്പർ ആക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പ്ലാസ്റ്റിക് ഒഴിവാക്കുന്നതിന് മനഃപൂർവ്വം അവർ ശ്രമിച്ചതാണെന്ന് തോന്നുന്നു. ഇതൊരു വെറൈറ്റി ആണെന്ന് തോന്നുന്നു. ഓക്കെ, നമുക്കത് ഇംഗ്ലീഷ് സെലക്ട് ചെയ്യാം. ഓക്കെ, ഞാൻ ഇപ്പോഴത്തെ എൻ്റെ ഫോൺ അടുത്തോട്ട് കൊണ്ടുവരും തന്നെ അവിടെ ഇത് ഓട്ടോമാറ്റിക്കലി സെറ്റപ്പ് ചെയ്യാനുള്ള സംവിധാനം വന്നിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഇത് ഇനി ഈ ക്യാമറയിൽ കാണിക്കാം. വളരെ ഈസി ആയിട്ട് അങ്ങനെ സെറ്റ് ചെയ്തെടുക്കാം. iPhone 13 സീരീസ് ഇറക്കിയപ്പോൾ ഉണ്ടായ ഏറ്റവും വലിയ ക്രിറ്റിസിസം എന്ന് പറയുന്നത് 12 സീരീസിൽ നിന്നും വലിയ മാറ്റങ്ങളൊന്നും 13 സീരീസിൽ കൊണ്ടുവരാൻ അവർക്ക് സാധിച്ചില്ല എന്നുള്ളതാണ്. പക്ഷേ ഒരു യൂട്യൂബർ എന്നുള്ള നിലയിൽ എനിക്കിഷ്ടപ്പെട്ട 2 ഫീച്ചേഴ്സ് തന്നെ നമുക്ക് ആദ്യം നോക്കാം. ഒന്നാമത്തേത് സിനിമാറ്റിക് മോഡ് കൊണ്ടുവന്നു എന്നുള്ളതാണ്. ഒരു സിനിമ ഷൂട്ട് ചെയ്യുന്ന പോലെ നമുക്ക് ഫോൺ വെച്ച് നമുക്ക് വീഡിയോ എടുക്കാം എന്നുള്ളതാണ്. ഞാനിവിടെ പെൻസിൽവേനിയയിലെ പൈൻ ബ്രൂ ക്യാമ്പ് സെൻറ്റർ എന്ന് പറയുന്ന ഇവിടുത്തെ ഒരു ക്യാമ്പ് സെൻറ്ററിൽ നിൽക്കുകയാണ്. ഇവിടുത്തെ ഡൈനിങ് റൂമാണിത്. ഈ ഡൈനിങ് റൂമിനകത്ത് കയറി നമ്മൾ ആ സിനിമാറ്റിക് മോഡ് ഒന്ന് പരീക്ഷിച്ച് നോക്കാൻ പോവുകയാണ്. സിനിമാറ്റിക് മോഡിൽ നമ്മൾ വീഡിയോ എടുക്കുന്നുണ്ട്. ഐഫോൺ തന്നെ ഒരു പ്രെഡിക്റ്റീവ് ഫോക്കസിങ് നടത്തുന്നുണ്ട്. അവരുടെ ഒരു അൽഗോരിതം അനുസരിച്ച് ആ ഷോട്ടിലെ മെയിൻ ക്യാരക്ടർ ആരാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അവരെ തന്നെ ഫോക്കസ് ചെയ്തിട്ട് ബാക്കിയുള്ളതൊക്കെ ഒന്ന് ബ്ലർഡ് ആയിട്ട് നിർത്തുന്നതിന് അവർ ശ്രമിക്കുന്നുണ്ട്. ഫ്രെയിമിലേക്ക് ആരെങ്കിലും പെട്ടെന്ന് വന്ന് കയറുക, അല്ലെങ്കിൽ ഫ്രെയിമിൽ ആരാണ് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ തല തിരിച്ചു നോക്കുന്നുണ്ട് നമ്മുടെ പുറകിൽ നിൽക്കുന്ന ആളെ ഫോക്കസ് ചെയ്യുന്നത്. ഇതൊക്കെ ഐഫോൺ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യുന്നുണ്ട് ഈ സിനിമാറ്റിക് മോഡിനകത്ത്. പക്ഷേ വീഡിയോ എടുക്കുന്ന ആൾക്ക് ഇത് മാനുവലി കൺട്രോൾ ചെയ്ത് അവരുടെ ഇഷ്ടത്തിന് ഫോക്കസ് കൊണ്ടുവരുന്നതിനുള്ള ഓപ്ഷനും അവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ശരിക്കും സിനിമാറ്റിക് മോഡിനെ ഡിഫറെൻ്റ് ആക്കി നിർത്തുന്നത് ഇതിൻ്റെ ഒരു ഷാളോ ഡെപ്ത് ഓഫ് ഫീൽഡാണ്. നമ്മൾ നേരത്തെ ഫോണിലൊക്കെ പോർട്രേറ്റ് ഫോട്ടോ മോഡിലിട്ട് ഫോട്ടോ എടുക്കുന്നത് നമുക്ക് കാണുന്ന പോലെ ക്യാമറയുടെ അടുത്ത് നിൽക്കുന്ന ഒബ്ജക്റ്റും ദൂരെ നിൽക്കുന്ന ഒബ്ജക്റ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് നോക്കിയിട്ട് അതിൻ്റെ ഫോക്കൽ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒരു ഇമേജിന് ഒരു ഷാർപ്പ് ഫോക്കസ് കൊണ്ടുവരാൻ നോക്കുന്നുണ്ട് ഈ സിനിമാറ്റിക് മോഡിൽ. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു കാൽക്കുലേറ്റഡ് രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സിനിമ ഷൂട്ടിൻ്റെ ഒരു ആംബിയൻസ് കൊണ്ടുവരാൻ സിനിമാറ്റിക് മോഡിലെ വീഡിയോസിന് കഴിയും എന്നാണ് ഐഫോണ് വാഗ്ദാനം ചെയ്യുന്നത്. ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മൾ വീഡിയോ എടുത്തതിന് ശേഷം ഫോണിൽ വെച്ച് തന്നെ മറ്റ് എക്സ്റ്റേണൽ സോഫ്റ്റ്വെയറിൻ്റെ ഒന്നും സഹായമില്ലാതെ നമുക്ക് ഈ ഫോക്കസ് പോയിൻറ്റും ഡെപ്തും ഒക്കെ ഈസി ആയിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഡെപ്ത് കൂട്ടിയിട്ടിട്ട് ആ ഫോക്കസ് എത്രത്തോളം ഷാർപ്പായിട്ട് വേണമെന്നുള്ളത് നമുക്ക് ഡിസൈഡ് ചെയ്യാം. അതുപോലെ തന്നെ ഫ്രെയിമിലെ ഏത് ഒബ്ജക്റ്റിനാണ് നമുക്ക് ഫോക്കസ് വേണ്ടത് എന്നുള്ളത് വീഡിയോ എടുത്തതിന് ശേഷം നമുക്ക് ഫോണിൽ വെച്ച് തന്നെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ രണ്ടാമത് കൊണ്ടുവന്നത് ഇതിൻ്റെ മാക്രോ ലെൻസ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. 2 സെൻറ്റിമീറ്റർ വരെ ക്ലോസ് ആയിട്ട് പോയി നമുക്ക് ഒബ്ജക്റ്റിൻ്റെ നല്ല ക്ലിയർ ആയിട്ടുള്ള പിക്ചർ എടുക്കാൻ പറ്റും എന്നുള്ളതാണ് എനിക്കിഷ്ടപ്പെട്ട 2 ഫീച്ചേഴ്സ്. നമ്മൾ ഒരു ഒബ്ജക്റ്റിന് 14 സെൻറ്റിമീറ്റർ അടുത്തെത്തുമ്പോഴത്തേക്ക് ഫോൺ ഓട്ടോമാറ്റിക്കായിട്ട് മാക്രോ മോഡിലോട്ട് മാറും. ഒരു പ്രൊഫഷണൽ DSLR ക്യാമറ കിട്ടുന്ന അത്ര പെർഫെക്ഷൻ കിട്ടിയില്ലെങ്കിലും ഒരു ഫോണിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതിൽ നല്ല ക്വാളിറ്റി പിക്ചർ ഈ മോഡിൽ നമുക്ക് എടുക്കാൻ പറ്റും. വീഡിയോ എടുക്കുമ്പോഴും നമുക്ക് ഈ മാക്രോ മോഡ് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നല്ലൊരു പ്രത്യേകതയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഫ്രണ്ട് ക്യാമറ, അതായത് നമ്മൾ സെൽഫി വീഡിയോ എടുക്കുന്ന സമയത്തും ഈ സിനിമാറ്റിക് മോഡ് അവൈലബിൾ ആണ്, ഫ്രണ്ട് ക്യാമറയിലും അവൈലബിൾ ആണ് എന്നുള്ളതാണ്. അപ്പം നമ്മൾ സാധാരണ സെൽഫി വീഡിയോ എടുക്കുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടെ ക്വാളിറ്റിയിൽ ഒരു സിനിമാറ്റിക് സ്റ്റൈലിലുള്ള രീതിയിലുള്ള വീഡിയോ നമുക്ക് സെൽഫി വീഡിയോ ആയിട്ട് എടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട മറ്റൊരു കാര്യം. മോശമല്ലാത്ത ഒരു ലോ ലൈറ്റ് പെർഫോമൻസ് ഈ ഫോണിൻ്റെ ലെൻസ് തരുന്നുണ്ട്. ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടുള്ള ഐഫോൺ സീരീസുകളിൽ ഏറ്റവും നല്ല ലോ ലൈറ്റ് പെർഫോമൻസ് കണ്ടത് ഞാൻ ഈ ഫോണിലാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ഐഫോൺ 12 സീരീസ് ഉപയോഗിക്കുന്നവരാണ്, നിങ്ങൾക്ക് സിനിമാറ്റിക് മോഡും മാക്രോ മോഡിലും ഒന്നും അത്ര താല്പര്യമില്ലാത്ത ആളുകളാണെങ്കിൽ വലിയ അത്ഭുതമൊന്നും ഐഫോൺ 13 സീരീസിലൂടെ നിങ്ങൾക്ക് കിട്ടിയെന്ന് വരില്ല. പക്ഷേ 11 സീരീസോ അതിനു മുമ്പ് ഒക്കെയുള്ള ഐഫോണുകൾ ഉപയോഗിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നല്ലൊരു അപ്ഡേഷൻ ആയിരിക്കും ഐഫോൺ 13, പ്രത്യേകിച്ചും ഇതിൻ്റെ പ്രോ വേർഷൻസ്. ഒരു രാജാവിനെ പോലെ ജീവിച്ച് മരിക്കണമെന്ന് ആഗ്രഹിക്കാത്തവർ ഉണ്ടാകില്ല. പക്ഷേ നമ്മുടെ സങ്കല്പത്തിലെ ആ രാജാക്കന്മാർ ജീവിച്ചതിനേക്കാളൊക്കെ എത്രയോ മടങ്ങ് സൗകര്യത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്.
കാറില്ലാത്ത, ഫോണില്ലാത്ത, ടി വി ഇല്ലാത്ത, ഒരു ഫാൻ പോലും ഇല്ലാതിരുന്ന ആ രാജാവിനേക്കാൾ എത്രയോ ഭാഗ്യം ചെയ്തവരാണ് നമ്മൾ. ഒരു 20 വർഷം മുമ്പ് കമ്പ്യൂട്ടറും ഫോണും സിനിമാറ്റിക് ക്യാമറയുമൊക്കെ എനിക്ക് പോക്കറ്റിൽ കൊണ്ട് നടക്കാം എന്ന് ഞാൻ പറഞ്ഞാൽ ഒരുപക്ഷെ ആരും വിശ്വസിച്ചു എന്ന് വരില്ല. മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നം രാജാവിനെ പോലെ സൗകര്യങ്ങളില്ല എന്നുള്ളതല്ല, സൗകര്യങ്ങൾ മനസ്സിലാക്കാതെ അതിൽ സന്തോഷിക്കാതെ രാജകൊട്ടാരത്തിൽ ഒരു ദരിദ്രനെ പോലെ ജീവിച്ചു മരിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. മറ്റൊരു വീഡിയോവുമായി ഇനി വീണ്ടും നിങ്ങളുടെ മുമ്പിൽ എത്തുന്നവരെ ബൈ.